പെൺമനസ്സിന്റെ ലോകത്തേക്കാണ് പെൺമ കടന്നു ചെല്ലുന്നത്. വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾ പെൺമയിലൂടെ കടന്നു വരുന്നു. പെൺമയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പെൺമയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹിന്ദി പ്രചാര സഭയുടെ അധ്യക്ഷയായ ഡോക്ടർ എസ് തങ്കമണിയെയാണ്. എഴുത്തുകാരിയും അധ്യാപികയുമായ എസ് തങ്കമണിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം പെൺമയിലൂടെ. കരിക്കകത്തെ ശ്രീ ചാമുണ്ഡി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ആ ക്ഷേത്രത്തിനടുത്ത് ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഒരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ ജനനം. അവിടെ തന്നെ കരിക്കകം സ്കൂളിലും ആനേറ UPS സ്കൂളിലും പേട്ട സ്കൂളിലുമായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധി കോളേജിൽ BA പഠിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും MA ബിരുദം നേടി. കേരള സർവകലാശാലയിൽ നിന്നും BAക്കും MAക്കും ഫസ്റ്റ് റാങ്ക് നേടാനുള്ള അവസരം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഹിന്ദിയോട് കൂടുതൽ താല്പര്യമുണ്ടാകാനും ആ ഹിന്ദിയിൽ സാഹിത്യരംഗത്തും വിവർത്തന രംഗത്തും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു. കോളേജിലെ അധ്യാപനത്തോടൊപ്പം തന്നെ ഗവേഷണ പ്രവർത്തനങ്ങളും ധാരാളം നടത്തിയിട്ടുണ്ട്. എൻ്റെ കീഴിൽ 18 വിദ്യാർത്ഥികൾ PhD ഡിഗ്രി ഹിന്ദിയിൽ നേടിക്കഴിഞ്ഞു. 10 വിദ്യാർത്ഥികൾ ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. 95ഓളം വിദ്യാർത്ഥികൾ MPhil ബിരുദവും എൻ്റെ കീഴിൽ നേടുകയുണ്ടായിട്ടുണ്ട്. ഒരു ഹിന്ദി കുടുംബത്തിലാണ് എൻ്റെ ജനനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അച്ഛൻ ഒരു ഹിന്ദി പ്രചാരകനും ഹിന്ദി പ്രൊഫസറുമായിരുന്നു. വളരെ നാൾ NSS കോളേജുകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഹിന്ദി പ്രൊഫസറായിരുന്ന പ്രൊഫസർ R ജനാർദ്ദനൻ പിള്ളയാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ഹിന്ദിയിലേക്ക് ആളുകളെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ ഹിന്ദിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പാസ്സായതിന് ശേഷം BA BSc ഏതിലെങ്കിലും ഒരു അഡ്മിഷന് വേണ്ടി നോക്കിയിരുന്നത്. അപ്പോൾ അച്ഛൻ ഹിന്ദിയിലേക്ക് കുട്ടികളെ പ്രേരിപ്പിച്ചു വരുന്ന കാലത്ത് അച്ഛനും താല്പര്യമുണ്ടായിരുന്നു ഞാൻ ഹിന്ദി മെയിനായിട്ട് എടുത്ത് പഠിക്കണമെന്ന്. അങ്ങനെ തന്നെ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചതിന് ശേഷം BA ഹിന്ദി എടുത്ത് പഠിക്കുകയായിരുന്നു. വിവർത്തനത്തിലെ മലയാളത്തിൽ നിന്നും വളരെ കുറച്ച് കൃതികളെ ഹിന്ദിയിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു കാരണം ഈ ഹിന്ദിക്കാരും തന്നെ ഇവിടെ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിലെ കൃതികളെ ഹിന്ദിയിലേക്ക് ആക്കാൻ മാതൃഭാഷക്കാരായ ഹിന്ദിക്കാരും തന്നെ തയ്യാറായില്ല എന്നുള്ളത് തന്നെ. വളരെ അപൂർവം പേര് അതിന് തയ്യാറായി വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ മലയാളികൾ ഹിന്ദി പഠിച്ച് ആ ഹിന്ദി പഠിച്ച ആൾക്കാരാണ് മലയാളത്തിലെ ഉത്കൃഷ്ടമായ കൃതികളെ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത്. അങ്ങനെ ഹിന്ദിയിൽ നിന്നും ബംഗാളിയിൽ നിന്നും ധാരാളം കൃതികൾ നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ തന്നെ ഈ ശരത്ചന്ദ്ര ബങ്കിം ചന്ദ്ര ബാനർജി, പ്രേംചന്ദ്, യശ്പാൽ തുടങ്ങിയവരുടെ കൃതികളെല്ലാം തന്നെ നമ്മൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത്രയും അധികം കൃതികൾ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാം ശ്രമിച്ചേ മതിയാവൂ. ആ വിവർത്തനത്തിന് താല്പര്യമുള്ളവർ അങ്ങനെ കൊണ്ടുവന്നാൽ മലയാളത്തിലെ കൃതികളെല്ലാം ഹിന്ദിയിലേക്ക് വരികയും ഹിന്ദി സമ്പുഷ്ടമാവുകയും ചെയ്യും. ഭാരതീയ ഭാഷകളിൽ നമ്മുടെ മലയാള സാഹിത്യം എത്തണമെങ്കിൽ, നമ്മുടെ സംസ്കാരം എത്തണമെങ്കിൽ, നമ്മുടെ കല എത്തണമെങ്കിൽ തീർച്ചയായും അത് ഹിന്ദിയിൽ വരണം എന്നൊരു ബോധം വളരെ ചെറുപ്പകാലം, ഞാൻ അധ്യാപികയായ കാലം മുതൽ, ഹിന്ദി അധ്യാപികയായ കാലം മുതൽ എനിക്ക് തോന്നി. അങ്ങനെ തന്നെയാണ് ഞാൻ ഈ ഹിന്ദിയിലെ മലയാളത്തിലെ ഉത്കൃഷ്ടരായ കവികളുടെതെല്ലാം തന്നെ കവിതകൾ ചെയ്തിട്ടുണ്ട്. അക്കാലത്താണ് അയ്യപ്പ പണിക്കർ സാറിൻ്റെ ഗോത്രയാനം ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായ എപ്പിക് കാവ്യമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഗോത്രയാനം എന്നുള്ള കാവ്യം. ആ ഗോത്രയാനം
ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാർ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ഒരു വലിയ കാവ്യമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദിയിലെ പ്രശസ്ത കവിയായ ഗിർധർ രാഠി, മലയാളത്തിലെ പ്രസിദ്ധ കവി സച്ചിദാനന്ദൻ എന്നിവരുമായിട്ട് ചേർന്ന് ആ കവിത നന്നാക്കി ബിർള ഫൗണ്ടേഷൻസിൻ്റെ സഹായത്തോടുകൂടി ഡൽഹിയിലെ പ്രവീൺ പ്രകാശനാണ് അത് പബ്ലിഷ് ചെയ്തത്. ധാരാളം ഈ ഹിന്ദിയിൽ വന്നതിന് ശേഷം അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും ഇറങ്ങി, ഹിന്ദിയിലും കൂടി വന്നതിന് ശേഷം മറ്റു മലയാള ഭാഷകളിലേക്ക് അത് ധാരാളം പ്രചരിച്ചിട്ടുണ്ട്. മലയാളത്തിലേക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം മലയാളം നമ്മുടെ മാതൃഭാഷ. അതിലുള്ള ശൈലികളും പ്രയോഗങ്ങളും ഒക്കെ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിയേ വരും. പക്ഷെ നമ്മുടെ ഭാഷ ഹിന്ദി നമ്മളൊരു പഠിച്ച ഭാഷയാണ്, മാതൃഭാഷയ്ക്ക് ഉപരി പഠിച്ച ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ചില പഴഞ്ചൊല്ലുകൾ, മറ്റ് പ്രയോഗങ്ങൾ എന്നിവയിലൊക്കെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഈ ഹിന്ദി പ്രദേശത്തുള്ള വലിയ സാഹിത്യകാരന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ആ വെല്ലുവിളികളെ തീർത്ത് വായിച്ചാൽ അതൊരു വിവർത്തനമാണെന്ന് തോന്നാതിരിക്കത്തക്കവണ്ണം ഒരു മൗലിക കൃതിയുടെ ആസ്വാദനത്തോടെ അതിനെ വിവർത്തനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ONV സാറിൻ്റെ ധാരാളം കവിതകൾ ഞാൻ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ഹിന്ദി പ്രദേശത്തെ മാസികകളിൽ തന്നെ അത് വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പല കവിതകളും, ശാർങ്ങക പക്ഷികൾ, സരയുവിലേക്ക്, ഭൂമിക്കൊരു ചരമഗീതം, ഇവയെല്ലാം ഞാൻ നേരത്തെ തന്നെ വിവർത്തനം ചെയ്ത് ഹിന്ദി പ്രദേശത്തെ തന്നെ ഉള്ള പത്രികകളിൽ പ്രകാശനം ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വയംവരം എന്നു പേരുള്ള കാവ്യം. അതിന് വളരെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ഹിന്ദിയിലെ പ്രശസ്ത കവിയായ ശ്രീ ജഗദീഷ് ചതുർവേദി എഴുതി തരികയും ചെയ്തിട്ടുണ്ടായി. ഡോക്ടർ നാംവർ സിംഗ് ഒക്കെ അത് വായിച്ചിട്ട് അതിൻ്റെ വിവർത്തനം ഭേദപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിവർത്തനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും കവിത വിവർത്തനം ചെയ്യുമ്പോൾ, നമുക്ക് ഈ വിവർത്തകർക്ക് അതിലൊരു പൂർണ്ണ സംതൃപ്തി ഉണ്ടാകാറേ ഇല്ല. എന്തൊക്കെയോ വിട്ടുപോയിട്ടില്ലേ എന്നൊരു തോന്നൽ. പക്ഷേ വലിയ വലിയ കവികളും നിരൂപകരും ഒക്കെ വായിച്ചിട്ട്, ഹിന്ദിയിലുള്ള പ്രശസ്തനായ ഡോക്ടർ നാംവർ സിംഗിനെ പോലുള്ള ആളുകളൊക്കെ വായിച്ചിട്ട് ആ കാവ്യം വളരെ ഭംഗിയായിരിക്കുന്നു, മൗലിക രചന പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, അത് വിവർത്തകന് അല്ലെങ്കിൽ വിവർത്തകയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആദ്യം എനിക്ക് കിട്ടിയ പുരസ്കാരം പ്രൊഫസർ ചന്ദ്രഹാസൻ പുരസ്കാരമാണ്. അത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹിന്ദി പ്രവർത്തകനും പ്രൊഫസറും സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറും ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഈ കേരളം മൊത്തം, കേരളത്തിൽ ഒരേ ഒരു സർവകലാശാല മാത്രമുള്ളപ്പോൾ, കേരള സർവകലാശാല മാത്രമുള്ളപ്പോൾ കേരളത്തിൽ ഹിന്ദി MAക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാകുന്ന ആളിന് വേണ്ടി അദ്ദേഹം സ്വന്തം പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഈ പ്രൊഫസർ ചന്ദ്രഹാസൻ പുരസ്കാരം. അത് കേരള സർവകലാശാലയിൽ നിന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ മറ്റ് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളെല്ലാം സാഹിത്യം, മൗലിക രചന, വിവർത്തനം എന്നിവയ്ക്കുള്ള പുരസ്കാരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം, സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റിൽ നിന്നും ഹിന്ദീതര ഭാഷക്കാരുടെ സർവോത്കൃഷ്ട രചനയ്ക്കുള്ള പുരസ്കാരം എൻ്റെ സംസ്കൃതി കെ സ്വർ എന്ന പുസ്തകത്തിന് കിട്ടുകയുണ്ടായി. അതിനുശേഷം കേന്ദ്രീയ ഹിന്ദി സംസ്ഥാൻ ആഗ്രയുടെ ഡോക്ടർ രാഹുൽ സാങ്കൃത്യായൻ പുരസ്കാരം, അതും ലഭിക്കുകയുണ്ടായി. അന്ന് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം അവർകൾ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് 1 ലക്ഷം രൂപയുടെ ആ പുരസ്കാരം എനിക്ക് സമ്മാനിച്ചത്. അടുത്തിടെ അലഹബാദ് ഹിന്ദി സാഹിത്യ സമ്മേളനത്തിൽ സാഹിത്യ വാചസ്പതി എന്ന പുരസ്കാരം ഡോക്ടർ S തങ്കമണിക്ക് ലഭിക്കുകയുണ്ടായി. നിരവധി കൃതികളും തങ്കമണി രചിച്ചിട്ടുണ്ട്. അതിലൊന്ന്
പ്രശസ്ത കവിയായ ശ്രീ ONV കുറുപ്പിന്റെ സ്വയംവരം എന്ന ദീർഘകാവ്യത്തിന്റെ ഹിന്ദി പരിഭാഷയാണ് എസ് തങ്കമണിയുടെ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാം പെൺമയിലൂടെ. ിൽ തെക്കേ അമേരിക്കയിലെ സുരിനാമിൻ്റെ തലസ്ഥാനമായ പാരാമാരിബോയിൽ വെച്ച് നടന്ന വിശ്വ ഹിന്ദി സമ്മേളനം, 7ാമത് വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ വെച്ച് വിശ്വ ഹിന്ദി സമ്മാൻ എന്നുള്ള ബഹുമതി ബിരുദം തന്ന് എന്നെ ആദരിക്കുകയുണ്ടായി. 2007 ന്യൂയോർക്കിൽ വെച്ച് 8ാമത് ഹിന്ദി സമ്മേളനം നടന്നു, വിശ്വ ഹിന്ദി സമ്മേളനം. ആ സമ്മേളനത്തിൽ വിശ്വസാഹിത്യത്തിൽ വിവർത്തനത്തിൻ്റെ പങ്ക് എന്നുള്ള ഒരു പേപ്പർ അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ന്യൂയോർക്കിൽ വെച്ചാണ്. ന്യൂയോർക്കിലും വിശിഷ്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭവനത്തിൽ വെച്ചാണ് ഈ സമ്മേളനം നടന്നത് എന്നുള്ളത് നമ്മുടെ ഭാരതത്തിലെ ഭാരതീയർക്കെല്ലാം അഭിമാനകരമായ വസ്തുതയാണ്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഹിന്ദിയുടെ ആ വിശ്വരൂപം മനസ്സിലാക്കാനും ഭാരതത്തിനപ്പുറത്ത് വിദേശികൾ എത്രത്തോളം ഹിന്ദിയിൽ സാഹിത്യരചന നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുള്ള അവസരം ഉണ്ടായതും. ഞാൻ MA പാസ്സായി ഉടൻ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ അന്ന് റീഡറായിരുന്ന ഡോക്ടർ N. രാമൻ നായർ സാറിൻ്റെ കീഴിൽ ഗവേഷണം ആരംഭിച്ചു 1971. എനിക്ക് 73 ഫെബ്രുവരിയിൽ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ PSCയിൽ നിന്നും നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലെക്ചർ പോസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയിൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് ഞാൻ ഈ ഗവേഷണം ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല, പാർട്ട് ടൈം ആക്കി ഞാൻ തലശ്ശേരിയിൽ ജോയിൻ ചെയ്തു. തലശ്ശേരിയിലെ വിദ്യാർത്ഥികളെ ഇന്നും എനിക്ക് അങ്ങേയറ്റം താല്പര്യമാണ്. കാരണം ഹിന്ദിയോട് കുട്ടികൾക്ക് പ്രത്യേക താല്പര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദി സിനിമ, ഹിന്ദി ഫിലിം സോങ്സ് ഇവയെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളെ ഹിന്ദിയോട് ഏറ്റവും അടുപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ തന്നെ ഹിന്ദിയിലെ കഥകൾ, പ്രേംചന്ദിൻ്റെ കഥകളൊക്കെ കേൾക്കാൻ പ്രേംചന്ദിൻ്റെയും മറ്റും കഥകൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മറ്റ് സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സുകളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ വന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളെ പ്രീ ഡിഗ്രി ലെവലിലും സെക്കൻഡ് ലാംഗ്വേജ് BA BSc സെക്കൻഡ് ലാംഗ്വേജ് ലെവലിലും പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി. ഇന്ന് അവരെല്ലാം വളരെ അധികം വിദ്യാർത്ഥികളും ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും മറ്റ് ബാങ്ക് ഓഫീസർമാരായും മറ്റുമൊക്കെ ഈ ലോകത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ പണ്ട് 10-30 വർഷത്തിന് മുമ്പ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രേംചന്ദിൻ്റെ കഥകളും അതിലെ ആദർശങ്ങളും കൈക്കൂലി വാങ്ങിക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് തീർച്ചയായും ആ പഴയ കാലത്തേക്ക് പോകാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കുമ്പോൾ ആ ശിഷ്യസമ്പത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ അധ്യാപക ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. 38 വർഷം ഞാൻ അധ്യാപികയായിരുന്നു. 6 വർഷം കോളേജുകളിലും 32ഓളം വർഷം നമ്മുടെ കേരള സർവകലാശാലയിലെ ഹിന്ദി വിഭാഗത്തിൽ ലെക്ചററായും റീഡറായും പ്രൊഫസറായും പിന്നെ 10 വർഷത്തോളം പ്രൊഫസറും വിഭാഗാധ്യക്ഷയുമായി എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് ഫാക്കൽറ്റി ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസിലെ ഡീനായും പ്രവർത്തിക്കാൻ എനിക്ക് കേരള സർവകലാശാലയിൽ അവസരമുണ്ടായി. ഏത് ഭാഷ പഠിച്ചാലും നല്ലതാണ്. ഭാഷ നമ്മുടെ സംസ്കാര വാഹിനിയാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ, ഏത് ഭാഷ തന്നെ ആയിരുന്നാലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ വഹിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഭാഷ. അപ്പോൾ ഭാഷ പഠിക്കാൻ ഇപ്പോൾ ഈ ടെക്നോളജിയുടെ കാലമായപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ പോകുന്നു, ഭാഷയോട് അല്പം വിമുഖത കാണിക്കുന്നു. എങ്കിലും നാം പറയാറുള്ളത്, ചിലരൊക്കെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഏത് തന്നെ പഠിച്ചാലും, ടെക്നോളജി ആയാലും മെഡിസിൻ ആയാലും ഏത് മേഖലയിൽ പോയാലും നമ്മുടെ ഭാഷയെയും സാഹിത്യത്തെയും നാം അവഗണിക്കാനേ പാടില്ല. കാരണം നാം ഏത് പഠിച്ചാലും മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യത്വം തന്നെയാണ്. ആ മനുഷ്യത്വം നേടണമെങ്കിൽ ഭാഷയോട് നമ്മൾ പ്രത്യേക ശ്രദ്ധ കാണിക്കുകയും ആ ഭാഷയെയും ഭാഷയിലെ സാഹിത്യത്തെയും
നമ്മൾ മനസ്സിലാക്കുകയും മറ്റും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നമ്മുടെ മാതൃഭാഷ മലയാളത്തോടൊപ്പം തന്നെ എത്ര ഭാഷകൾ പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഹൃദയം വിശാലത നേടുന്നു, നമുക്ക് അത്രത്തോളം അറിവ് ലഭിക്കുന്നു. മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ജനാലകളും വാതിലുകളും എല്ലാം തുറന്നിടുക. എന്തൊക്കെ വരുന്നോ അതിലെ നല്ലതെല്ലാം നാം സ്വീകരിക്കുക. അതുപോലെയാണ് ഈ കേരളത്തിൻ്റെ ഭാഷ മലയാളം എന്ന് പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ പൊതുഭാഷയാണ്, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ വഹിക്കുന്ന ഭാഷയാണ് ഹിന്ദി. ഇന്ന് ലോകത്താകമാനം ഭാരതത്തിനപ്പുറം സ്നേഹമാണ് ഇന്ന് ഹിന്ദിയോട്. അമേരിക്കയിലും റഷ്യയിലും ചൈനയിൽ പോലും ഇന്ന് ഹിന്ദി ധാരാളം പഠിക്കുന്ന ഭാഷയാണ്. പല യൂണിവേഴ്സിറ്റികളിലും ഈ ലോകത്തെ 125 യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദി പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നാം. അമേരിക്കയിലെ 5000-ഓളം സ്കൂളുകളിൽ സ്കൂൾ ലെവലിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ശ്രീലങ്ക, മലേഷ്യ, മറ്റു പല രാജ്യങ്ങളിലും ഇന്ന് ഹിന്ദിയുടെ പഠനം അനിവാര്യമായി തുടരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോലും നമ്മുടെ ഈ മലയാളികളും അതുപോലെ ഭാരതത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു സമ്പർക്ക ഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദിയാണ് പ്രയോജനപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദിയുടെ പ്രാധാന്യം ഇന്നത്തെ ഈ ഗ്ലോബലൈസേഷൻ്റെയും മറ്റും യുഗത്തിൽ വളരെ കൂടുതലാണ്. നമ്മുടെ ഈ അഡ്വർടൈസ്മെൻ്റ് എല്ലാം, പരസ്യങ്ങളെല്ലാം ഹിന്ദിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിദേശികൾക്കൊക്കെ അറിയാം ഹിന്ദിയിൽ നമ്മുടെ ഭാഷകളിൽ വന്നാലേ അതിന് മാർക്കറ്റിംഗ് ഉള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ ഈ നമ്മുടെ മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കുമൊക്കെ തന്നെ അതെല്ലാം കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നാം നമ്മുടെ ഭാഷയെ സംസ്കാരവാഹിനിയായ ഭാഷയെ സ്നേഹിക്കാനും അതിൽ സാഹിത്യരചനകൾ നടത്താനും പറ്റുമെങ്കിൽ വിവർത്തനം നടത്താനും അങ്ങനെ ആ സാഹിത്യത്തിൻ്റെ ആ സ്വരൂപത്തെ വികസിപ്പിക്കാനും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ സൗന്ദര്യത്തിൽ അംബിക രമേശ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ ട്രീറ്റ്മെന്റ് ആണ്. ഇത് മുഖത്തല്ല, ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. തലമുടി പൊഴിയുന്നതിനും താരൻ ഒഴിവാക്കുന്നതിനും കഷണ്ടി കുറയ്ക്കുന്നതിനും എല്ലാം നല്ലതാണ് ഈ ഈജിപ്ഷ്യൻ ഹെയർ ട്രീറ്റ്മെന്റ്. ഇന്നത്തെ സൗന്ദര്യത്തിൽ നമുക്ക് കാണാം അംബിക രമേശ് നൽകുന്ന ആ ബ്യൂട്ടി ടിപ്പ്. ഈജിപ്ഷ്യൻ ഹെർബൽ ബ്ലെൻഡ് ഡാൻഡ്രഫിനും ഹെയർ ഫോൾസിനും ഈവൻ കഷണ്ടിക്ക് വരെ നല്ലതാണ്. ഈ ഹെർബൽ ബ്ലെൻഡ് പ്രധാനമായിട്ടും ഇതിലടങ്ങിയിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ്. വളരെ നല്ലതാണ് ഈ ഹെർബൽ ബ്ലെൻഡ്. ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഇഞ്ചി നീര് എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി നീര്, കടുകിൻ്റെ എണ്ണ 2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഡാൻഡ്രഫിനൊക്കെ വളരെ നല്ല ഹെയർ ഫോൾസിനും അതേപോലെ കഷണ്ടിക്കും ഒക്കെ ഭയങ്കര നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. ഇത് മൂന്നും മിക്സ് ചെയ്തെടുത്തിട്ട് തലയിൽ സ്കാൽപ്പിൽ ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മസാജ് കൊടുക്കണം. മസാജ് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ട് വെറുതെ വാഷ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു 3 മാസം ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഡാൻഡ്രഫ് എല്ലാം പോയി, ഹെയർ ഫോൾസ് പോയി, അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആകുകയും ചെയ്യും. ഇതിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാനിപ്പം ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നാരങ്ങ നീര് 1 സ്പൂൺ എടുക്കണം. ഇപ്പോൾ നാരങ്ങ നീര് 1 സ്പൂണുണ്ട്. ഇതിപ്പോൾ ഇഞ്ചി ഞാൻ ജ്യൂസാക്കി വെച്ചതാണ്, അതൊരു 1 സ്പൂൺ ഒഴിക്കണം. ഇത് കടുകെണ്ണ, അത് 1 സ്പൂണ്. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം.
നല്ലപോലെ ചീകി ഹെയറിലുള്ള ഉടക്കെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പോർഷൻ എടുത്ത് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കണം. അതുപോലെ ഹെയർ മൊത്തം ഇത് തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഓയിൽ ഫുള്ള് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ഒരു ഫിംഗർ ടിപ്സ് വെച്ച് മസാജ് കൊടുക്കണം. ഒരു 5 മിനിറ്റ്സ് മസാജ് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ തലയിൽ മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് മസാജ് കൊടുത്തു. ഇനി അത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം. വെറുതെ വെള്ളത്തിലങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിന്. അപ്പോൾ തന്നെ ഹെയർ നല്ല സ്മൂത്തായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഡാൻഡ്രഫ് തന്നെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഡാൻഡ്രഫിന് കുറവ് വരികയും ചെയ്യും. ഇത് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾസും ഡാൻഡ്രഫും ഒന്നും ഇല്ലാതെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഉച്ചത്തിരക്കുകൾ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ പെൺമ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. നാളെയും നമുക്ക് പെൺമയിലൂടെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.